ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന ഒരു 4 ട്രാൻസിസ്റ്റർ ബോർഡാണ്. ഇത് ഓഡിയോക്സ് പുറത്തിറക്കുന്ന ഒരു 4 ട്രാൻസിസ്റ്റർ ബോർഡാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് 52001943 പെയറിലെ 4 ട്രാൻസിസ്റ്ററുകളാണ്. ഒറിജിനൽ ടോഷിബ ജപ്പാൻ പുറത്തിറക്കുന്ന ട്രാൻസിസ്റ്ററുകളാണ്. ഇതിൽ നമുക്ക് കമ്പോണൻസുകളും കപ്പാസിറ്ററുകളും റെസിസ്റ്ററുകളും എല്ലാം നോക്കിയാൽ കാണാം ഒറിജിനൽ ഐറ്റംസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് മോണോ ആയിട്ടും സ്റ്റീരിയോ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോർഡാണ്. അതായത് ബ്രിഡ്ജ് മോഡിൽ നമുക്ക് മോണോ ആയിട്ട് യൂസ് ചെയ്യാം, അല്ലാതെ നമുക്ക് സ്റ്റീരിയോ ആയിട്ട് യൂസ് ചെയ്യാം. രണ്ട് രീതിയിൽ യൂസ് ആകുന്നൊരു ബോർഡാണ്. അതിന് സെപ്പറേറ്റ് ഇതിൽ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സ്വിച്ച് നമുക്ക് സ്റ്റീരിയോ മോഡിലിടാം. ഇവിടെ ഒരു സ്വിച്ചിന് സ്റ്റീരിയോ മോഡിലിട്ട് കഴിഞ്ഞാൽ അത് സ്റ്റീരിയോ മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് നമുക്ക് ആർ ഔട്ട്, ഗ്രൗണ്ട്, എൽ ഔട്ട് അതേ രീതിയിൽ വരും. ഇപ്പോൾ നമ്മൾ മോണോ മോഡിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാം ഇതേ രീതിയിൽ വരും അതിൻ്റെ ഔട്ട്പുട്ട്. അതായത് ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഇവിടെ ഫ്രീ ആകും സെൻറ്റർ. അതായത് സ്റ്റീരിയോ മോഡിൽ വരുന്ന നെഗറ്റീവ് ഫ്രീ ആകും, ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. ഇതേ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ സപ്ലൈ കൊടുക്കുന്നതാണ് ഇവിടെ നോക്കിയാൽ കാണാം. പോസിറ്റീവ്, നെഗറ്റീവ്, ഗ്രൗണ്ട്. അതായത് DC 20 മുതൽ 40 വോൾട്ട് വരെ DC കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ട്രാൻസ്ഫോർമറിൻ്റെ AC ലൈൻ, അതിൻ്റെ ഫസ്റ്റ് ടാപ്പ് ആ AC നമ്മൾ പറഞ്ഞാൽ ഇതിലേക്ക് കൂടെ കണക്ട് ചെയ്യും. അപ്പോൾ ഈ രണ്ട് റിലേ വർക്ക് ചെയ്യാനാണ്. അപ്പോൾ ഇതിന് നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് സ്പീക്കർ പ്രൊട്ടക്ഷൻ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. രണ്ട് റിലേ ഇതിൽ സ്പീക്കർ പ്രൊട്ടക്ഷൻ വേണ്ടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ AC സപ്ലൈ ഇവിടെ കൊടുക്കുന്നത്. ഇതേ രീതിയിലാണ് എൻ്റെ BTL മോഡിലും സ്റ്റീരിയോ മോഡിലും വർക്ക് ചെയ്യുന്നത്. BTL മോഡ് നമ്മൾ ഓൺ ആക്കി കഴിയുമ്പോൾ ഈ റെഡ്, അതായത് ഈ ഓറഞ്ച് ലൈറ്റ് കത്തി നിൽക്കും. ഓറഞ്ച് ലൈറ്റ് കത്തി നിന്ന് കഴിഞ്ഞാൽ അത് BTL മോഡിലാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൻ്റെ പവർ സപ്ലൈ ആണ് ഈ സെക്ഷൻ കാണിച്ചിരിക്കുന്നത്. AC 0 AC. അത് നമുക്ക് 18 മുതൽ 36 വോൾട്ട് വരെ AC നമുക്കിതിൽ ഉപയോഗിക്കാം. ഇത് നമുക്ക് കാണാം. ഈ ഒരു AC എന്നൊരു കണക്ഷൻ എടുത്തിട്ടാണ് നമ്മൾ ഇവിടെ AC എന്ന് എഴുതിയിരിക്കുന്നതിലേക്ക് കൊടുക്കേണ്ടത്. ബാക്കി നമുക്ക് പ്ലസ്, മൈനസ്, ഗ്രൗണ്ട്, ഇവിടെ പ്ലസ്, മൈനസ്, ഗ്രൗണ്ട് ഇതേ രീതിയിൽ കണക്ഷൻ കൊടുക്കണം. പിന്നെ നമ്മൾ ഹൈ വോൾട്ടേജ് 36 വോൾട്ട് AC ഒക്കെയാണ് കൊടുക്കുന്നത്. ഉറപ്പായിട്ട് നമ്മൾ കൂളിംഗ് ഫാൻ ആഡ് ചെയ്യണം. ഹീറ്റ് നമുക്ക് എക്സോസ്റ്റ് ചെയ്യാനായി നമ്മൾ എക്സോസ്റ്റായിട്ട് നമ്മൾ കൂളിംഗ് ഫാൻ മസ്റ്റായിട്ട് ആഡ് ചെയ്യണം. നല്ല രീതിയിൽ ഹീറ്റ് വരും. അപ്പോൾ നമുക്ക് ഈ ബോർഡിൻ്റെ ഔട്ട്പുട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റീരിയോയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ 20 വോൾട്ട് DC 2.23 2.2 ആംബിയർ നമ്മൾ കൊടുക്കുകയാണ്. നമുക്ക് 4 ohmസിൽ 30 വാട്ട്സിൻ്റെ 2 ചാനൽ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ നമ്മളൊരു BTL മോഡ്, അതായത് മോണോ മോഡിലാണ് നമ്മൾ ഈ കുറഞ്ഞ വോൾട്ടേജ് 20 വോൾട്ട് നമ്മളൊരു 4.16 ആംബിയർ കൊടുക്കുകയാണെങ്കിൽ 4 ohmസിൽ നമുക്ക് 100 വാട്ട് ഔട്ട്പുട്ട് BTL മോഡിൽ മോണോ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടും. പിന്നെ അടുത്തത് സ്റ്റീരിയോ പവർ ഒരു 30 വോൾട്ട് DC കൊടുക്കുന്നെങ്കിൽ 30 വോൾട്ട് DC 3.30 വോൾട്ട് 3.46 ആംബിയർ ആ കൊടുക്കുന്നെങ്കിൽ നമുക്ക് 4 ohmസിൽ 72 വാട്ട്സിൻ്റെ 2 ചാനൽ കിട്ടും. 72 വാട്ട്സിൻ്റെ 2 RMS ഔട്ട്പുട്ട് കിട്ടും. അത് അതേ വോൾട്ടേജ് BTL മോഡിൽ കൊടുക്കുകയാണെങ്കിൽ 30 വോൾട്ട് 6.3 ആംബിയർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 4 ohmസിൽ 225 വാട്ട്സ് RMS ഔട്ട്പുട്ട് മോണോ ഔട്ട്പുട്ടായിട്ട് കിട്ടും. അടുത്ത നമുക്ക് സ്റ്റീരിയോ പവർ DC 40 വോൾട്ടാണ് കൊടുക്കുന്നതെങ്കിൽ, അതായത് DC 40 വോൾട്ട് 4.61 ആംബിയറുമാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് 120 വാട്ട്സിന് 2 ഔട്ട്പുട്ട് കിട്ടും. അതേ വോൾട്ടേജിൽ നമ്മൾ 8.3 ആംബിയർ, അതായത് 40 വോൾട്ട് 8.3 ആംബിയർ BTL മോഡിൽ, അതായത് മോണോ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 4 ohmസിൽ 400 വാട്ട്സ് വരെ RMS ഔട്ട്പുട്ട് കിട്ടും. നമുക്ക് 400 വാട്ട്സുള്ള സബ് വൂഫറുകളൊക്കെ നമുക്ക് ഇതിൽ ലോഡ് ചെയ്ത് പ്രവർത്തിപ്പിക്കാം. അതിൻ്റെ മാക്സിമം വോൾട്ടേജ് നമുക്ക് ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ലൊരു ബോർഡാണ്. രണ്ട് രീതിയിൽ യൂസ് ചെയ്യാവുന്ന ബോർഡാണ്. മോണോ ആയിട്ടും സ്റ്റീരിയോ ആയിട്ടും യൂസ് ചെയ്യാം. നല്ല ഹൈ ക്വാളിറ്റി PCBയിലും ഹൈ ക്വാളിറ്റി ഏറ്റവും ഒറിജിനൽ കമ്പോണൻസുകളും വെച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു ബോർഡാണ്.
സ്റ്റീരിയോ ആംപ്ലിഫയർ ചെയ്യുന്നവർക്കും മോണോ ആംപ്ലിഫയർ ചെയ്യുന്നവർക്കും സബ് വൂഫർ ആംപ്ലിഫയർ ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റമാണിത്. സ്പീക്കർ പ്രൊട്ടക്ഷൻ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. 2 സ്പീക്കർ പ്രൊട്ടക്ഷൻ റിലേ ഇതിലുണ്ട്. ഓവറോൾ നല്ല അടിപൊളി സൗണ്ട് ക്വാളിറ്റി ആഗ്രഹിക്കുന്നവർക്ക് ഈ ബോർഡ് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ബോർഡിൻ്റെ വിലയും അവൈലബിലിറ്റിയൊക്കെ അറിയാനായിട്ട് കമൻറ്റ് ചെയ്താൽ മതി. എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി.